ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി മുനിയാറ കേവിലേക്ക് പോവുകയാണ്. ഡയോണുണ്ട്, പിന്നെ എബിനുണ്ട്, അമലുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഓക്കെ, നമുക്ക് 5 കിലോമീറ്ററോ 10 കിലോമീറ്റർ എന്തോ ഉള്ളൂ. 5.1 ഭയങ്കര അടുത്താണ് ഗൈസ് മുനിയാറ കേവ്. ഓക്കെ, എബിൻ എക്സൈറ്റഡ് ആണ്. ഓക്കെ ഗൈസ്, വണ്ടി വരുന്നുണ്ട്, പോവാണ്. ഓക്കെ ഗൈസ്, അപ്പം എബിനും അമലും കൂടെ പെട്രോൾ അടിക്കാൻ കയറിയിട്ട് വന്നു. ഓക്കെ, അത് വേണ്ടി വെയിറ്റ് ചെയ്താണ്. ഓ മാസ് ബോയ്സ്. ഓ ഗൈസ്, അവർ കടന്നു പോയിരിക്കുന്നു. ഞാൻ ക്യാമറ ഓഫ് ആക്കിയില്ലെങ്കിൽ ഞാൻ താഴേക്ക് പോകും. സോ ഞാൻ അപ്പുറത്ത് ചെന്ന് കഴിയുമ്പം വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, കടന്നു വന്നിരിക്കുന്നു. എന്നാ അടച്ചിട്ടേക്കും. ഇച്ചിരി ആൾക്കാരുള്ള സ്ഥലമായിരിക്കും രാത്രിയിൽ ഇവിടെ അങ്ങോട്ടോ വഴിയെങ്കിലോ എന്നെയും വഴി അറിയത്തി ഒരാളുണ്ടാകും. ഒരു ഫ്ലാഷ് ലൈറ്റ് വേണമായിരുന്നു കേട്ടോ, ടോർച്ച് വേണമായിരുന്നു. അവിടെ എനിക്ക് ഇതിലെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വഴിയാണോ അത് വെള്ളമല്ലടാ. ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയേ. ചേട്ടൻ പോയിട്ടുള്ളതാണോ? ഇതിന്റെ മെയിൻ ചേട്ടന്റെ മെയിൻ അവിടെയായിരുന്നു. ചേട്ടൻ പോയിട്ടുള്ളതാണോ? ഇങ്ങോട്ട് നോക്കി പറടാ, നീ തല തിരിച്ച്. പോട്ടെ, നല്ല സ്ഥലമാണല്ല, കിഡ്ലൻ ഗുഹയെന്നൊക്കെയാ പറഞ്ഞത്. എനിക്ക് എത്ര അറിയത്തുള്ളൂ. വഴി ചോദിക്കാവോ? അറിയാവുന്നോ? വഴി എങ്ങനെ ചോദിക്കാനാ? ആരോടെങ്കിലും ചോദിക്കാം. പിന്നെ വഴി ചോദിക്കാന്ന് പറയുന്നത് ഈ ഇരുന്നിട്ട് നമുക്ക് വഴി പോലും കാണാൻ പറ്റും. ഇതിനിടയ്ക്ക് എങ്ങനെ വഴി? എനിക്കൊന്നും അത് തന്നെ ആയിരിക്കും വഴിയെന്നെങ്കിൽ പോവാ. നീ പേടിച്ചു തൂറ്, നീ സിനിമ കണ്ടിട്ട് പേടിച്ചു തൂറ് ഉണ്ട്. നമുക്ക് നീ ഒന്ന് ആലോചിക്കണം. വാ, പ്രേതൊന്നും ഇല്ല എന്തായാലും. ഓക്കെ ഗൈസ്, നമ്മൾ ചാടാൻ പോവുകയാണ്. ഇവിടെ വലിയ ജീവികളൊക്കെ ഉള്ളതാണ് സീൻ. അത് ശരിയാ. പക്ഷേ ജീവികളോ കള്ളന്മാരോ പോലെ ജീവികളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇവൻ ചുമ്മാ നെഗടിയാണ് ഗൈസ്. ഇതൊക്കെ നീ എപ്പോഴും അഡ്വഞ്ചർ മറ്റേത് മറിച്ചതെന്നൊക്കെ പറയണം. നമുക്കറിയാം, വഴിയൊക്കെ അറിയാം. പിന്നെ അത് പിന്നെ അഡ്വഞ്ചർ ആവും. കെട്ടി വെച്ചേക്കുവാണല്ലോ. വല്ല വീട്ടിലുള്ള വഴി ആദ്യം വഴി ചോദിക്കേ. അത് ശരിയാണല്ലോ. എവിടെ പോവാ ഡയോൺ? ഡയോൺ എവിടെ പോവാ? നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഞങ്ങള് നോക്കി വഴി കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. പക്ഷേ എടാ, നമ്മള് ആദ്യം കണ്ടത് അതുവഴി പോകാൻ വേണ്ടിട്ടാ. നമുക്ക് മുനിയറ ഇതിട്ട് അതിട്ടപ്പോ നമുക്ക് വേറെ വഴി. ഈ വഴി ആയിരിക്കും. ഈ വഴിയാണ്, ശരിയാ. ഓ ഗൈസ്, നമ്മൾ വഴി കണ്ടു വെച്ച് ഇതായിരിക്കും വഴി. ഇത് തന്നെയാണോ വഴി? ഇത് തന്നെയാ വഴി. ഓക്കെ ഗൈസ്, നമ്മള് ഡയോണിന്റെ ബ്രില്യൻസ്, ഡയോൺ വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. ജർമ്മൻ ബ്രെയിനോ? അതെന്നാ ബ്രെയിനോ? എല്ലാം അറിയണം. ഓക്കെ ഗൈസ്, വഴി ഇതാണ് വഴി. ഗൈസ്, നല്ല സൂപ്പർ വഴിയാണ്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. ഓക്കെ, ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ വല്ലതും വന്നിട്ട് വേറെ വ്ളോഗ് കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഇരുട്ടത്തുള്ള ഇപ്പം അവിടുന്ന് ഒരുത്തൻ ഇങ്ങനെ ഓടി വരണം. അയ്യോ, എവരെ ഇട്ട് കൊടുക്കുന്നു, ഇട്ട് കൊടുക്കുന്നു, നമ്മൾ ഓടുന്നു. അയ്യോ ഗൈസ്, മുള്ളാൻ കിട്ടുന്നുണ്ടെന്നൊക്കെയാ പറയുന്നത്. ഇത് എന്താണ്, പേടിച്ചിട്ടാണോ? അല്ല, പേടിച്ചിട്ടല്ല. പനിയല്ല, തൊണ്ടയുടെ നാളെ ജീവനുണ്ടെങ്കിൽ വ്ളോഗിൽ ഇടുന്നതായിരിക്കും. വിളിച്ചു പറയുന്നത് അമൽദേവ് ദ പ്രോ. പ്രോ എല്ലാം. ഓ ഗൈസ്, അവിടെ ഒരു വെട്ടം കാണുന്നു. അത് അവിടെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. അത് സംഭവം ഈ മരുഭൂമിയിലൊക്കെ നമ്മള് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓയസ് കിട്ടും. അതുപോലെ ഓയസ് കിട്ടില്ല, വെള്ളം കിട്ടുന്ന ശേഷം നമ്മൾ പോകും.
അപ്പോൾ അത് ഓസിസ് ആയിരിക്കും. അതുപോലെ സംഭവമാണ് ഇത് ഇവിടെ. അത് ഡീഹൈഡ്രേഷൻ അപ്പൊ ഇവിടെ തന്നെ ആയിരിക്കും പ്രയാസമായിരിക്കും. ഇവിടെ പേടിക്കൊണ്ട് നമുക്കുണ്ടാകുന്ന യൂത്തിന് ഒച്ച കേൾക്കുന്നത് 2 കിലോമീറ്റർ ഇങ്ങനെ നടന്നു പോകണല്ലോ. 2 കിലോമീറ്ററോ? ഇവിടെ താക്കോൽ എടുത്തോ? താക്കോൽ എടുത്തില്ല. എടുത്തില്ലേ? അല്ല, ഞാൻ വണ്ടി എടുത്തില്ലല്ലോ. എൻ്റെ ഇതിലുണ്ട്. ഇവൻ്റെ എടുത്തോ? എൻ്റെ അടുത്ത്. ഓക്കെ ഗൈസ്, ഇത് നല്ല സൂപ്പർ സ്ട്രൈറ്റ് റോഡാണ്. ഇതെനിക്ക് തോന്നുന്നു ടാർ ചെയ്യാനുള്ളതായിരിക്കും. ഓഫ് റോഡാണ് ഗൈസ്. ടാർ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഓഫ് റോഡ് കയറിപ്പോ. ഇവിടെ ഉണ്ട്. ഇടയ്ക്കൊക്കെ പുറകോട്ട് വെട്ടടിച്ച് നമുക്ക് നല്ലതായിരിക്കും. അതെ, അമ്മല് വന്ന വഴി തിരിഞ്ഞു നോക്കാത്തവനാണ്. ആണോ? ഇതാണ് ഗൈസ് ചുരുളി. ഞങ്ങൾ ഇന്ന് കയറിക്കൊണ്ടിരിക്കും. ബൈ ബൈ. ഓ, അത് അങ്ങനെ വല്ലതും ആണെങ്കിൽ മൂഞ്ചിട്ടോ. ഇങ്ങനെ നടന്നോണ്ട് ഇതിനെ വെട്ടം. ഇതിങ്ങനെ നെവർ എൻഡിങ് കയറ്റമാണെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞല്ലോ പള്ളിയിലും പോയാൽ മതി. ഈവൻ മോർ സ്കേറിയർ. അപ്പൊ ചിരിച്ചായിരുന്നല്ലോ നീയൊക്കെ കൂടെ. ഇത് ഇവിടുത്തെ ലൈറ്റാടാ. അപ്പൊ വെട്ടൊക്കെ ഉണ്ട് ഗൈസ്, പ്രശ്നമില്ല. ഇപ്പൊ ഈ വെട്ടം കേടണം. ഇങ്ങനെ ഇതിങ്ങനെ മിന്നണം ഇപ്പൊ. ഓ ഗൈസ്, ഹോം സ്റ്റേ. ഓ, നമുക്ക് ഹോം സ്റ്റേ പോയാലോ? എത്ര ചോദിച്ചു വിളിച്ചു ഹോം സ്റ്റേ. ഇവനെന്നാ പേടിയാടാ. സിനിമ സിനിമ കണ്ടത് എന്നാ നിനക്ക് ബോധമില്ലേ? എന്നാ പ്രേതം ഉണ്ടെന്ന് ഇപ്പൊ വിശ്വസിച്ചിരിക്കുന്നത്. ഈഗോ കേട്ടായിട്ടെങ്കിലും അവന്റെ എനിക്ക് വഴി പേടി പോയിരുന്നെങ്കിൽ തവള ചവിട്ടി. അതിന്റെ പ്രേതം വരും. ഇങ്ങോട്ടാണോ? ഗൈസ്, ഇതിപ്പോ ഇടിഞ്ഞ് താഴെ പോവും. ഓ ഗൈസ്, വ്യൂ കണ്ടോ? ലൈറ്റ് ഓഫ് ആക്കണം. ഓ ഗൈസ്, ഇതൊരു നല്ലൊരു സൂപ്പർ ഏരിയ ആണ് ഗൈസ്. ഇത് നോക്കി, ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്, കാണത്തില്ലല്ലേ? എടാ, അവിടെ നിന്ന് വെട്ടം അടിച്ച നീ അവിടെ ചെന്ന്. അപ്പം അതൊക്കെ കിട്ടും. കണ്ടോ, ഒരു മരം. ഗൈസ്, നല്ല ഏരിയ. ഇവിടെ ഒരു നല്ലൊരു ഇച്ചിരി പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ. ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. നിങ്ങളിത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. വാവ്. പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാൽ വെട്ടം കാണത്തില്ല ഇതുപോലെ. ന്യൂ ഇയർ നൈറ്റ് ഇവിടെ വരണോടാ. ഓ, എടാ, ഇത് വേറെ ആൾക്കാർ സ്ഥലമാണ്. പ്ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പഴെന്നാ പേടിക്കാനിരിക്കുന്നത്? ഇതെന്നാ ഗ്രില്ലടിക്കുന്നു. ഓ ഗൈസ്, ഓ 2016 ഫേസ്ബുക്ക് പോസ്റ്റ് വന്നോണ്ടിരുന്നല്ലോ. ഓക്കെ ഗൈസ്, നമ്മള് അങ്ങോട്ട് തിരിച്ചു വരുമ്പോ പോവാം. നമ്മള് ഗുണ കേവ് അല്ല കേട്ടോ, മുനിയറ കേവില് കേറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം. ഗൈസ്, ഇവിടെയാണ് എൻട്രി. ഞങ്ങള് ഇവിടെ കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. നോക്കൂ, ഡേഞ്ചർ റെഫറൻസ്. ചുമന്ന കളറാണ് നമ്മൾ പോണ വേണ്ടയോ? അത് കൊള്ളാട്ടടാ, നല്ലൊരു ഗൈസ്, ഇത് നോക്കൂ, വഴി തന്നെ ഇങ്ങനെയാണ്. അപ്പൊ കേവ് എങ്ങനെയായിരിക്കും? പോയാ കേറിക്കേ. ധൈര്യമുള്ള ഡിയോൺ തന്നെയാണ് ആദ്യം പോകുന്നത്. മൂന്നാമത്തെ ധൈര്യക്കാരി ഞാനാണ്. വെട്ടം. ലാസ്റ്റ് ഫ്രണ്ടിൽ പോകുന്ന ധൈര്യം. വഴി തപ്പി പോയില്ലെങ്കിൽ ആ വീഴുന്നതായിരിക്കും. അതുകൊണ്ട് പയ്യെ പോവാം. കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും വീഴുന്നതായിരിക്കും. ഗൈസ്, നോക്കൂ.
ഓ ഗൈസ് നോക്കൂ, ഇവിടെ ഇല്ലി നിൽക്കുന്നു, ഇല്ലിയുള്ളടത്ത് പ്രേതം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പേടിച്ചോ? പേടിച്ചിട്ടല്ല, അത് ക്രിഞ്ച് അടിക്കുന്നു എനിക്കിത് കേട്ടിട്ട്. എനിക്കിത് കാണാൻ പോകുന്ന പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ മാനസികാവസ്ഥ അത് കേട്ട് കേട്ട് അവരുടെ ചെവി. ഓ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഒരു ഭൂതം ഇറങ്ങി വന്നു കഴിഞ്ഞാ ക്യാമറ ഓഫാക്കി ഞാൻ ബാക്കി പറയാം. എടാ വഴി തിരിച്ചു പോകാനുള്ള ഓർത്തി. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, അത് ഇത് കാറ്റടിച്ചാടുന്നതായിരിക്കും. എബിനല്ല, ഞാനാ പറഞ്ഞേ. ആ അത് ശരിയാ. താഴെ നമ്മുടെ ബൈക്കിന്റെ അടുത്തേക്ക് പോവാന്നാ. ഓ ഗൈസ് പീക്ക് എക്സ്പീരിയൻസ്. പാമ്പ് പാമ്പ് വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല. തവള ട്രാഞ്ചിലെയോ അതെന്നതാ? ഓ ഗൈസ് ഒരു ഹോൾ. ഗൈസ് ഗൈസ് ഓ ഇതെങ്ങോട്ടാ വഴി? ചെറിയൊരു ഭയം. അയ്യോ എടാ ഇതെല്ലാം എക്സ്പീരിയൻസ് ബ്രോ. നീ എപ്പോഴും അഡ്വഞ്ചർ വേണമെന്ന് പറയുന്ന ആളാണ്. എന്നിട്ട് അയ്യോ ഇതാണോ കേവ്? എടാ ഇതാണോ കേവ്? എടാ പിന്നെ ഇങ്ങോട്ട് വഴി. എടാ ഇതാടാ. അയ്യോ എടാ ഇതല്ലേ ഏത് വെച്ചത് കണ്ടില്ലേ? അയ്യോ ഇതിനകത്തോട്ട് കേറണ്ട. വേണ്ടേ? വേണ്ട. ഇവനാണല്ലേ ഇവന് ഡയോണ്ട് വേറെ പേടിയായിക്കോ. ഇതാണ് വെള്ളമാണ് സീരിയസ് ആയിട്ട്. വെള്ളമുണ്ട്, കുറച്ച് വെള്ളമുള്ളൂ. അത് കഴിഞ്ഞ് കേറി പോകുമ്പോ ഇത് ഭയങ്കര ഈ കൊറേ സിനിമ ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് വെട്ടല്ല. എടാ നീ അത് തിരിച്ചു പിടിക്കാം. എനിക്ക് യൂട്യൂബ് ചെയ്താണെങ്കിൽ തിരിച്ചു പിടിക്കും. വേണ്ട, ഇറങ്ങിക്കോ. വവ്വാലൊക്കെ ഉണ്ട്. റിസ്ക് ആണ്. വവ്വാലൊക്കെ ഉണ്ടെന്നാണ് ഡയോൺ പറയുന്നത്. വവ്വാലെ വെള്ളം വവ്വാല അടിച്ച് എനിക്ക് വയ്യ മറ്റേ രോഗയാവാൻ. നമ്മൾ ചന്ദ്രയെ പോലെ. ആദ്യം കഴിച്ചില്ല. ചെല്ല് എബിൻ ചുമന്ന കളർ മുടി മുടി ചുമന്ന കളർ അടിക്കാൻ വീട്ടിൽ സമ്മതിക്കില്ല. എന്റെ ഫോണിൽ എന്നെ ചുമന്ന കളറോ? ഞാൻ ഒന്ന് നോക്കട്ടെ. നീ വവ്വാലിനെ കാണിച്ചോ? ഇല്ലില്ല. ഓ ഗൈസ് ഇത് ഇത്തിരി നല്ല വലിയ കേവാണ്, റിസ്ക് ആണ്, വെള്ളമാണ്. സോ നമ്മൾ പ്ലാൻ സ്വിച്ച് ചെയ്യുന്നു. ഗൈസ് ഇതിനകത്ത് വവ്വാലൊക്കെ കാണും, പാമ്പ് കാണും. കണ്ടു അയ്യോ വവ്വാല് കടിച്ചിരുന്ന ഈ സീനാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് രാവിലെ വല്ലതും വരാം. എന്നിട്ട് ആദ്യം അത് എക്സ്പ്ലോർ ചെയ്തിട്ട് സേഫ് ആണോന്ന് നോക്കിയിട്ട്. അതെ, എവിൻ പറഞ്ഞത് വീട്ടിൽ റെഡ് കളർ അടിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ചന്ദ്രയുടെ മുഴ കളർ ഉണ്ടല്ലോ ഗൈസ് ഇതും ഒരു കേവ് ആയിരുന്നു തോന്നുന്നു. അടഞ്ഞു പോയ അല്ലേ? ആ അതുപോലെ ഇത് അടഞ്ഞു പോയാൽ ഇത്ര സെറ്റപ്പ് രാവിലെ വന്നാലും നമുക്ക് കാര്യം പറഞ്ഞ ഇറങ്ങാൻ ഒരു ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ റിസ്ക് ഫാക്ടർ പ്രശ്നം നമ്മൾ ഒരു സിനിമയൊന്നും കണ്ടില്ലായിരുന്നു ഇറങ്ങിയത്. നമ്മള് കുറെ സിനിമ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒക്കെ. അയ്യോ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒക്കെ കണ്ടിട്ട് ഇത് കേറി ആരും ധൈര്യപ്പെടുത്തില്ല. രാത്രിയിൽ നമ്മൾ ഡയോൺ പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ല. ഡയോൺ പോവാന്ന് പറഞ്ഞാൽ നീ ഞാൻ ഉറപ്പായിട്ടും പോവാന്ന് പറഞ്ഞാണ്. ഡയോൺ ആണ് നമ്മുടെ നായകൻ. നമ്മളെ നയിക്കുന്ന
നമ്മളെ നയിക്കുന്ന വ്യക്തിയാണ് ഡയോ. അഭിപ്രായം പൊളി. പക്ഷെ കയറുക നീ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ. അകത്ത് കയറിയാൻ തോന്നുന്നു, പേടിച്ചുണ്ടല്ലോ അകത്ത് കയറിച്ചേനെ. വെള്ളം അതുപോലെ ഗുഹയാണെങ്കിൽ വവ്വാലൊക്കെ കയറി. ഗൈസ് അത് ഇച്ചിരി വലിയ ഗെയിമാന്ന് തോന്നുന്നു. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, തിരിച്ചു പോവുകയാണ് ഗൈസ്. മൊബൈൽ കടി കൊള്ളണ്ട. ഓക്കെ ഗൈസ്. ഇത് ഭേദമായി. ഒരു ടോർച്ചൊക്കെ ആയിട്ട് വരുവായിരുന്നെങ്കിൽ കയറുമായിരുന്നോടാ. നമ്മൾ ആരോടെങ്കിലും ചോദിച്ചത് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് ചേട്ടനൊക്കെ ലൈറ്ററിന്റെ രാത്രി പോയിട്ടൊന്നുമില്ല. ചേട്ടനൊക്കെ പോയിട്ട് രാവിലേക്ക് ആയിരിക്കും പോയത്. രാവിലെ പോലും ഗുഹയ്ക്കകത്ത് കയറുമ്പോ എങ്ങനെ ഇരിക്കുന്ന ശരിയാ, ഇരുട്ടായിരിക്കും, ഉറപ്പായിട്ട് ഇരുട്ടായിരിക്കും. എന്തെങ്കിലും കാണാൻ കൂടി ചത്തു. അയ്യോ അത്രയ്ക്കൊന്നുമില്ല. കാരണം ഇത് ഗൈസ് കുറച്ചും കൂടെ വട്ടമാണ്. ഇപ്പം നൈസാണ്. നോക്കൂ ഗൈസ്, ഒരു ദിവസം നമ്മൾ രാത്രി കയറുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്നേലും രാത്രി കയറണ്ടേ? രാത്രിയിലോ? ആ ടെക്നിക്ക് വേണം, അത് കണ്ടുപിടിച്ചാൽ വവ്വാല് സീനുണ്ടോടാ? കടിച്ച സീനാണോ? കടിക്കോ? കടിക്കുന്നതിനല്ല, അതുപോലെ ഗുഹയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടല്ലോ, നീ ആലോചിച്ചപ്പോ. ശരി, എടുത്തോണ്ട് കയറുന്ന നടക്കത്തേ തിരിച്ച്. അതുകൂട്ട് ഇറങ്ങിയ സ്ഥലവും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഇലവിഴ പൂഞ്ചിറ എന്താ ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ഇലവിഴ പൂഞ്ചിറയാണ്. നമ്മൾ അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഗൈസ്. അപ്പം ഇലവിഴ പൂഞ്ചിറയും കൂടെ വന്നു. ഓക്കെ, അതെ, ഗുഹയിൽ ഇറങ്ങാൻ പറ്റാത്ത കാരണം നമ്മൾ ഇലവിഴ പൂഞ്ചിറ കയറുന്നു. ഗൈസ്, നമ്മൾ ഇലവിഴ പൂഞ്ചിറ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്തുന്നില്ല. അയ്യോ, കണ്ണ് കാണുന്നില്ല, പട്ടടിച്ചിട്ട്. ഗൈസ്, ഇലവിഴ പൂഞ്ചിറ ടോപ്പ് എത്തി. ഗൈസ് നോക്കൂ, ഒരു പഴയ പോലീസിൻ്റെ എന്താണ് പറയാ, പോലീസ് സ്റ്റേഷനല്ല, ടോപ്പ് ഹിൽ സ്റ്റേഷൻ. ഓ, ഇത് അടച്ചിട്ടിരുന്ന പണ്ട്, പക്ഷെ ഇപ്പം ഡോറ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്. ഗൈസ്, പഴയ പോലീസിൻ്റെ റൂം, ഹിൽ സ്റ്റേഷൻ, പോലീസ് എന്താ പോലീസ് വയർലെസ് സ്റ്റേഷൻ. ഈ ഡോറായിരുന്നു അത് അവിടെ ഉണ്ടായത്, പറഞ്ഞു പോയതായിരിക്കും. ഗൈസ്, ഇതാ പണ്ട് വിൻഡ് മിൽ, കാറ്റാടി യന്ത്രം തകർന്ന് കിടക്കുന്നു. ഗൈസ്, ഇത് വ്യൂ, ഫുൾ ചുറ്റിനും വ്യൂ ആണ്. അവൻ്റെ വർക്കൗട്ട് റെസ്യൂം. എബിൻ ഓൺ 4K. ഗൈസ്, എബിന് സമാധാനം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. കോളേജ് സ്ട്രെസ് ആണോ അവന്റെ പ്രശ്നങ്ങൾ? അത് ഓഫാക്കിയാൽ നമുക്ക് സപ്പോർട്ട്